ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു പച്ചമുന്തിരി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ വായിലൊക്കെ വെച്ച് അലിഞ്ഞു പോകുന്നു പറയുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ സ്വീറ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഈ പച്ചമുന്തിരി കിട്ടുന്ന ടൈമിലൊക്കെ പുളിപ്പാണെങ്കിൽ നമുക്ക് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുമ്പോഴേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇതേപോലെ മുന്തിരി നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി മിക്സിയിൽ ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് അളന്ന് നോക്കുമ്പോൾ 2 കപ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ജ്യൂസ് 2 കപ്പായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അതിലേക്ക് ഒരു അര കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കട്ടകളൊന്നും കൂടാതെ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓപ്ഷനിലാണ്. കുറച്ച് ഫുഡ് കളർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കളറും ചേർത്തിട്ട് ഇതേപോലെ തന്നെ കട്ടകളൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു അര കപ്പ് പഞ്ചസാര ഇതേപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതേ അളവിൽ തന്നെ അര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു നൂൽ പരുവത്തിലൊന്ന് മെൽറ്റാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മുന്തിരി ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അടിയിൽ പിടിക്കാത്ത വിധം മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ജ്യൂസ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇത് കോൺഫ്ലോർ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വരുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ അതേ ഇതുപോലെ നെയ്യൊക്കെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ വെള്ളം എള്ളൂർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ കുത്തി എണ്ണ കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു കേക്ക് ടിന്ന് എടുത്തിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് വെള്ളം എള്ളോടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മിക്സ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് തന്നെ ചൂടാറി വരുമ്പോഴേക്കും നല്ലതുപോലെ സെറ്റായിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതാ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. ഭയങ്കര ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.